തൃശൂർ പടിയൂരിൽ 100-ലധികം വീടുകളിൽ വെള്ളം കയറി. പാലം നിർമ്മാണവുമായി ബന്ധപ്പെട്ട് നിർമ്മിച്ച താൽക്കാലിക ബണ്ടിൽ വെള്ളം കെട്ടി നിന്നതാണ് ഇങ്ങനെ വീടുകളിലേക്ക് വെള്ളം കയറാൻ ഇടയാക്കിയത്. നമ്മൾ ആ ദൃശ്യങ്ങളാണ് കാണുന്നത്. ആളുകൾക്ക് നടന്നു പോകാനുള്ള വഴി പോലും ഇല്ല. കാരണം റോഡ് ഏതാണ് അല്ലെങ്കിൽ ആ വഴി ഏതാണെന്ന് പോലും മനസ്സിലാകാത്ത രീതിയിൽ വെള്ളം കയറിയിട്ടുണ്ട്. MS റിഷോയ് നമുക്കൊപ്പം ചേരുന്നുണ്ട്. റിഷോയ്, ഇതിനെന്താണ് പരിഹാരം? അതായത് പുളിക്കച്ചിറ, ഈ ഭാഗത്തുള്ള പടിയൂർ ഭാഗത്തുള്ള പുളിക്കച്ചിറ എന്ന് പറയുന്ന ഒരു പാലം നിർമ്മിച്ചു. ആ പാലം നിർമ്മിച്ചതിൽ വലിയ അഴിമതി നടന്നു എന്നുള്ളതാണ് ഒരു ആക്ഷേപമായി ഉന്നയിക്കുന്നത്. ആ പാലത്തിന് നിർമ്മാണത്തിന് ശേഷം ഭാരപരിശോധനയിൽ ആ പാലത്തിലൂടെ ഗതാഗതം നടത്താനായി കഴിയില്ല എന്നുള്ളൊരു റിപ്പോർട്ടാണ് ഈ ഭാരപരിശോധന നടത്തിയപ്പോൾ അതിൻ്റെ ഒരു പരിശോധനാ ഫലമായി വന്നത്. അതോടുകൂടി അവിടെ താൽക്കാലികമായി നിർമ്മിച്ച ഒരു ബണ്ടുണ്ടായിരുന്നു ഈ പാലം നിർമ്മാണവുമായി ബന്ധപ്പെട്ട്. അത് പൊളിച്ച് മാറ്റാനായി കഴിഞ്ഞില്ല. അതിലൂടെയാണ് ഒറ്റവരി ഗതാഗതം നടത്തുന്നത്. ഇതോടുകൂടി ഈ മേഖലയിൽ ആകെ തന്നെ ഏകദേശം 100-ലധികം വീടുകളിലേക്ക് വെള്ളം കയറിയിരിക്കുകയാണ്. നമ്മൾ ഈ ദൃശ്യങ്ങൾ കാണാൻ സാധിക്കും. ഇവിടെയൊക്കെ തന്നെ വലിയ തോതിൽ വീടുകളുടെ അകത്തേക്ക് വരെ വെള്ളം കയറിയിരിക്കുന്ന ഒരു അവസ്ഥയാണ് നിലവിൽ ഉള്ളത്. അതായത് ഇവിടുത്തെ ആളുകൾ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പടിയൂർ ഗ്രാമപഞ്ചായത്തിലേക്ക് പോയി അവിടെ പഞ്ചായത്ത് പ്രസിഡന്റിനെ ഉപരോധിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം ഇത്തരത്തിലൊരു സാഹചര്യം ഉണ്ടാകാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് പഞ്ചായത്തിൻ്റെയും അതുപോലെ തന്നെ ഇത് നിർമ്മാണത്തിലെയും അനാസ്ഥയാണ് എന്നുള്ളതാണ് ഇവിടുത്തുകാരെല്ലാവരും തന്നെ പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ദൃശ്യങ്ങൾ കാണാൻ സാധിക്കും. വീടിൻ്റെ അകത്തേക്ക് വരെ വെള്ളം കയറി. ഒരു തരത്തിലും യാതൊരു വിധത്തിലും ഇത്തരത്തിൽ വെള്ളം കയറാനിടയില്ലാത്ത ഒരു ഇടത്താണ് ഇത്തരത്തിൽ ഇപ്പോൾ കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി 2 വർഷത്തോളമായി ഈ സമാനമായ രീതിയാണ് വെള്ളം കയറുന്ന ഒരു അവസ്ഥയാണ് നിലവിൽ ഈ പ്രദേശവാസികൾ അനുഭവിക്കുന്നത്. വലിയൊരു ദുരിതം തന്നെയാണ് ഇവരെ സംബന്ധിച്ചിടത്തോളം. ചേട്ടാ, ഇവിടെ ഈ കഴിഞ്ഞ വർഷവും ഒക്കെ ഇത് തന്നെയായിരുന്നു ഇവിടെ വെള്ളം സ്വല്പമൊക്കെ ഉണ്ടാവാറുണ്ട്. പക്ഷേ ഇത് ഈ 2 വീടുകളിലേക്ക് വെള്ളം കയറാറുണ്ട്? ഇല്ല, എങ്ങനെ കയറാറില്ല. ഇത് ആ വെള്ളപ്പൊക്കത്തിന് വന്നിരുന്നു, അല്ലാതെ വേറെ കയറുന്നില്ല. പക്ഷെ ഇത് എന്താ പറയാ, ഇത് അവിടെ പൊളിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ അമ്പലോ വേറെ നല്ല പ്രധാനം നമുക്ക് കുടുംബങ്ങളിൽ വെള്ളം കയറുന്നു, അവരെ സുരക്ഷ നോക്കേണ്ടത്. അത് പൊളിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഒരു തോതിൽ ഇതുപോലെ വെള്ളം കെട്ടി നിൽക്കുന്ന അവസ്ഥ വരില്ല. നിലവിൽ ആ ചിറ കെട്ടി നിർത്തിയിരിക്കുകയാണ്. അത് അവിടെ അപാകത പരിഹരിച്ച് അത് പൊളിക്കുക. ഇപ്പൊ അത് ഗതാഗത യോഗയില്ല. അപ്പൊ അത് മുൻകൂട്ടി ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഇത് അടുത്ത പ്രാവശ്യത്തേക്ക് പാലം പണിയാൻ പറ്റും. ഇപ്പൊ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ നിലവിൽ ഇത് പൊളിക്കേ ഇതുള്ളൂ. ഈ പാലം നിർമ്മാണം തുടങ്ങിയതിന് പിന്നെയാണ് ഇത്രയും രൂക്ഷമായത്. അതന്നെ, ആ പാലം തുടങ്ങിയ പിന്നെ ശേഷമാണ് ഇങ്ങനെ വെള്ളം കിട്ടിവിടെ വന്നത്. പൊളിച്ചു കഴിഞ്ഞാൽ വെള്ളം ഒരിക്കലും നിൽക്കില്ല ഇവിടെ. ഈ ചേട്ടന്റെ വീടൊക്കെ മുങ്ങി കിടക്കാണല്ലേ? ഇതാണ് എന്റെ വീട്. ഇപ്പൊ വീടിന്റെ അവസ്ഥ കണ്ടല്ലോ. ഇപ്പൊ ഇതാണ് പ്രശ്നം. ഇപ്പൊ പാലമുള്ളതിന്റെ പേരിലാണ്. അതായത് കെട്ടിയപ്പോ നമ്മൾ അവിടെ നിന്ന് വെള്ളം പോകണില്ല. അതായത് അല്ലെങ്കിൽ നമ്മളിപ്പോ ചെറുതായിട്ട് മഴ പെയ്താലും ആ വെള്ളം അങ്ങോട്ട് പാസ്സായി പോയിക്കൊണ്ടിരിക്കും. പക്ഷേ ഇതിപ്പോ പോവാത്തൊരവസ്ഥ. എല്ലാ വെള്ളം കെട്ടി തന്നെ നിൽക്കണ്. നമ്മളിപ്പോഴത്തെ തോടുകളും കാര്യങ്ങളൊക്കെ നോക്കിയാൽ കാണാൻ പറ്റും. ഒഴുകി പോണില്ല. എല്ലാ വെള്ളം അവിടെ വന്നിട്ടാണ് കറക്റ്റായിട്ട് പോയിക്കൊണ്ടിരുന്നത്. ഇതിപ്പോൾ വെള്ളം ഉണ്ടെങ്കിൽ തന്നെ നമുക്കൊരു മഴയില്ലാന്നുണ്ടെങ്കിലും കുറച്ച് വെള്ളമാണെന്നുണ്ടെങ്കിലും അത് 2 ദിവസത്തിനുള്ളിൽ നമുക്ക്, അല്ലെങ്കിൽ 1 ദിവസത്തിനുള്ളിൽ അത് പോകും. ഇതിപ്പോൾ ഒരാഴ്ച കഴിഞ്ഞിട്ടും പോകുന്നില്ല. ഇപ്പൊ കഴിഞ്ഞ മഴയ്ക്കും ഇതേപോലെ തന്നെ വെള്ളമുണ്ട്. അപ്പൊ അത് പോയി കഴിഞ്ഞപ്പോൾ വീണ്ടും ഇപ്പോൾ 2 ദിവസം മഴ പെയ്തപ്പോൾ ഇതുപോലെ തന്നെ വീണ്ടും വന്നിരിക്കുന്നത്. പക്ഷെ ഇപ്പൊ അടുക്കളയിലേക്ക് കയറിക്കൊണ്ടിരിക്കുന്നു. വീട്ടിൽ താമസിക്കാൻ പറ്റാത്ത അവസ്ഥയായി. വലിയ പ്രതിഷേധം അവിടെ പഞ്ചായത്ത് ഓഫീസിലാണ് അത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പൊ ഞങ്ങളിപ്പോ എന്ത് ചെയ്യാ വെച്ചാൽ എപ്പോഴും നമുക്ക് വീട്ടിൽ നിന്ന് അങ്ങോട്ടും പോകാനായിട്ട് പറ്റില്ലല്ലോ. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിപ്പോ ഈ സാധനങ്ങൾ എടുത്ത് നമ്മൾ മുകളിൽ വെക്കും, എവിടെയെങ്കിലും പോകും, പിന്നെ താഴത്തെടുത്ത് വെക്കും. അങ്ങനെയൊക്കെ വരുമ്പോ വലിയ ബുദ്ധിമുട്ടാണത്. തീർച്ചയായും. അതായത് പഞ്ചായത്തിന്റെയും അതുപോലെ തന്നെ അധികൃതരുടെയും ഒരു അനാസ്ഥ മൂലം ഇവിടുന്ന് വെള്ളം ഒഴുകി പോകുന്നില്ല എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു പ്രശ്നം. വെള്ളം ഒഴുകി പോവുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള ദുരിതമൊന്നും ഇവർക്ക് അനുഭവിക്കേണ്ടി വരില്ല എന്നുള്ളതാണ് മറ്റു പ്രധാനപ്പെട്ട കാര്യം. അതല്ലാതെ ഈ നിലവിലുള്ള ഇപ്പോൾ ഈ താൽക്കാലികമായി നിർമ്മിച്ചിരിക്കുന്ന ആ ഒരു ചിറ അല്ലെങ്കിൽ ആ ബണ്ട് അത് പൊട്ടിച്ച് കളഞ്ഞാൽ സ്വാഭാവികമായ ഒഴുക്ക് ഈ പ്രദേശത്തൊക്കെ തന്നെ ചാലുകളിലൊക്കെ തന്നെ ഉണ്ടാകും. അങ്ങനെ ആണെങ്കിൽ ഇവിടെ വെള്ളക്കെട്ട് വീടുകളിലെ അകത്തേക്കോ അല്ലെങ്കിൽ മുറ്റങ്ങളിലേക്കോ ഒന്നും തന്നെ വെള്ളക്കെട്ട് ഉണ്ടാകില്ല. ദൃശ്യങ്ങളും നമ്മുടെ മുന്നിലേക്ക് എത്തിച്ചത്.